നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 8 ബുധനാഴ്ചയാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 25,108-ൽ 31 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ ഗ്രീൻ ക്യാൻഡിലുകൾ തന്നെയാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നലത്തെ ക്യാൻഡിൽ സെല്ലിംഗ് പ്രഷർ കാണിക്കുന്ന ഒരു ക്യാൻഡിൽ കൂടിയായിരുന്നു. ഇനി വരും ദിവസങ്ങളിൽ എത്തരത്തിലായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ആദ്യം GSTയിലുണ്ടായ കുറവ് കാരണം നവരാത്രിയുമായി ബന്ധപ്പെട്ട ഓട്ടോ വിൽപ്പനയിൽ 35% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 9 ദിവസത്തെ നവരാത്രി ഉത്സവകാലത്ത് പാസഞ്ചർ വാഹന റീറ്റെയിൽ വിൽപ്പനയിൽ 35% വാർഷിക വർധനമാണ് രേഖപ്പെടുത്തിയത്. GST നിരക്കുകളിലെ കുറവും ശക്തമായ ഉത്സവ ഡിമാൻഡും കാരണമാണ് വിൽപ്പന കുതിച്ചുയർന്നത്. കഴിഞ്ഞ വർഷം 1,61,443 യൂണിറ്റുകളെ അപേക്ഷിച്ച് PV റീറ്റെയിൽ വിൽപ്പനയിൽ 2,17,744 യൂണിറ്റുകളായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. കൂടാതെ മൊത്തത്തിലുള്ള സെപ്റ്റംബർ PV രജിസ്ട്രേഷനിൽ 6% വാർഷിക വർധനയോടെ 2,99,369 യൂണിറ്റിലുമെത്തി. GST 2.0 പുറത്തു വന്നതായി വാങ്ങുന്നവർ കാത്തിരുന്നതിനാൽ സെപ്റ്റംബറിലെ ആദ്യ 3 ആഴ്ചകൾ മന്ദഗതിയിലായിരുന്നു. ഏതായാലും ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശക്തമായ ഒന്നാം പാദ പ്രകടനം കാരണം ലോകബാങ്ക് ഇന്ത്യയുടെ 2026 സാമ്പത്തിക വർഷത്തെ വളർച്ചാ പ്രവചനം 6.5%, അതായത് 0.2% വർധനമാണ് ഇപ്പോൾ വേൾഡ് ബാങ്ക് വരുത്തിയിരിക്കുന്നത്. 50% US താരിഫിന്റെ ആഘാതം ചൂണ്ടിക്കാട്ടി 2027 സാമ്പത്തിക വർഷത്തെ വളർച്ചാ പ്രവചനം 6.3% കുറച്ചു. അടുത്തതായി റെയിൽവേ സെക്ടറിനെ സംബന്ധിച്ച ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്ത. 24,634 കോടി രൂപ വിലമതിക്കുന്ന 4 പുതിയ റെയിൽവേ പദ്ധതികൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലായി 18 ജില്ലകളിലെ പദ്ധതികൾ ഇത് ഉൾപ്പെടുന്നു. ഇവ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിലേക്ക് 890 കിലോമീറ്ററിലധികം കൂട്ടിച്ചേർക്കും. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് നിരവധി കമ്പനികൾ ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ടിറ്റാഗ്ര റെയിൽ, ഇർക്കോൺ, RVNL തുടങ്ങിയ കമ്പനികൾ ഇന്ന് നമ്മൾ ഫോക്കസിൽ വെക്കേണ്ടതാണ്. അടുത്തത് ടാറ്റ ക്യാപിറ്റൽ IPOയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്കാണ്. ഒക്ടോബർ 6 ആരംഭിച്ച രണ്ടാം ദിനത്തോടെ 15,512 കോടി രൂപ മൂല്യമുള്ള ടാറ്റ ക്യാപിറ്റൽ IPOയ്ക്ക് 75% സബ്സ്ക്രിപ്ഷൻ ലഭിച്ചു. പ്രധാനപ്പെട്ട ആങ്കർ നിക്ഷേപകർ SBI മ്യൂച്വൽ ഫണ്ട്, HDFC മ്യൂച്വൽ ഫണ്ട്, ICICI പ്രൊഡൻഷ്യൽ, സിംഗപ്പൂർ സർക്കാർ എന്നിവയാണ്. ആങ്കർ ഇൻവെസ്റ്റേഴ്സ് നിക്ഷേപിച്ചത് 4,642 കോടി രൂപയാണ്. അടുത്തത് മറ്റൊരു IPOയുമായി ബന്ധപ്പെട്ട വാർത്ത. ഒന്നാം ദിനത്തിൽ 11,607 കോടി രൂപ മൂല്യമുള്ള LG ഇലക്ട്രോണിക്സ് ഇന്ത്യ IPO പൂർണ്ണമായും സബ്സ്ക്രൈബ് ചെയ്തു. ഓഫറിലുള്ള 7.13 കോടി രൂപ ഓഹരികൾക്ക് 7.45 കോടി രൂപയുടെ ഓഹരികൾക്കുള്ള ബിഡുകളാണ് ലഭിച്ചത്. ഇനി പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക്. ചൊവ്വാഴ്ച US ഓഹരികൾ ഇടിഞ്ഞു. സർക്കാർ അടച്ചുപൂട്ടലും പ്രധാനപ്പെട്ട സാമ്പത്തിക ഡാറ്റകൾ പുറത്തിറക്കുന്നത് വൈകിയതുമാണ് ഇതിന് കാരണമായത്. കൂടാതെ സർക്കാർ അടച്ചുപൂട്ടൽ ഇത് 7ാം ദിവസത്തേക്ക് നീണ്ടിരിക്കുകയാണ്. തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ US പ്രധാനപ്പെട്ട മാർക്കറ്റുകളെല്ലാം റെക്കോർഡ് ഹൈ ആണ് ടച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നലെ അതിനൊക്കെ ശേഷം ഒരു നെഗറ്റിവിറ്റിയിലാണ് എല്ലാ മാർക്കറ്റുകളും ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.20% ഇടിവിലും, S&P 500 0.38% ഇടിവിലും, നാസ്ഡാക്ക് 0.67% നഷ്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ഇൻഫോസിസ് 1.74% ഇടിവിലാണ് ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 1.13% ഇടിവിലും. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.91% നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ HDFC ബാങ്ക് 0.23% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.43% ഇടിവിലുമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ വിപണിയിലേക്ക്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ ചെറിയ പോസിറ്റിവിറ്റിയിൽ മാത്രമാണ് ക്ലോസ് ചെയ്തത്. ഇനിയിപ്പോൾ അങ്ങേയറ്റം ഫോക്കസിലുള്ള ഗോൾഡ് പ്രൈസുകൾ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ഗോൾഡ് പ്രൈസുകൾ ഇപ്പോൾ സ്പോട്ട് ഗോൾഡ് 4,000 പെർ ഔൺസ് എന്ന മാർക്ക് ക്രോസ് ചെയ്തിരിക്കുന്നു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് 90,000 എന്ന മാർക്കിന്റെ അടുത്തെത്തി നിൽക്കുകയാണ്. ഇന്നലത്തെ ഗോൾഡ് പ്രൈസ് പവന് 89,480 രൂപയാണ്. ദുർബലമായ ഡോളറും ഭൗമരാഷ്ട്രീയ അസ്ഥിരതയും സാമ്പത്തിക അനിശ്ചിതത്വവും കടുത്ത പണപ്പെരുപ്പവും എല്ലാമാണ് ഇപ്പോൾ സ്വർണ്ണവില ഇത്ര അധികം ഉയരാൻ കാരണമാവുന്നത്. ഇനി സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഒക്ടോബർ മാസത്തെ ബിഗിനേഴ്സിനായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഇന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും പരമാവധി പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ബിഗിനേഴ്സിനായിട്ടുള്ള ഈ ബേസിക് കോഴ്സിൽ മുൻപ് പഠിച്ച് ഇറങ്ങിയിട്ടുള്ള ചില സ്റ്റുഡൻസിന്റെ അഭിപ്രായങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. അത്തരത്തിൽ ഇന്ന് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള കിരൺ എന്ന നമ്മുടെ വിദ്യാർത്ഥിക്ക് എന്തൊക്കെയാണ് ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഹായ്, എൻ്റെ പേര് കിരൺ എന്നാണ്. ഞാനിവിടെ ട്രിവാൻഡ്രം മണക്കാട് എന്നാണ് സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് വർക്ക് ചെയ്യുകയാണ്.
ഞാൻ ജയകൃഷ്ണൻ സാറിൻ്റെ ക്ലാസ്സിൽ കയറാനുള്ള കാരണം വെച്ചാൽ സാറിൻ്റെ ഞാൻ പണ്ട് ലൈവ് സെഷൻസ് ഒക്കെ കാണാറുണ്ട് സാറിൻ്റെ, അതേപോലെ തന്നെ പ്രീ മാർക്കറ്റ് സെഷൻസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. ആ സെഷൻസിൽ സാർ ഇതേപോലെ ഒരു കോഴ്സിൻ്റെ കാര്യം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ വിചാരിച്ചു എന്തായിരുന്നാലും ഒരു എമൗണ്ട് നമുക്ക് എല്ലാവരും ഇതേപോലെ ഒരു അഡ്വർടൈസ് ഇത് ചെയ്യുമ്പോൾ ഒരു ലൈവ് ഇതേപോലെ ഒരു കോഴ്സ് എടുക്കുമ്പോൾ അതിന് വലിയൊരു എമൗണ്ട് നമ്മൾ പ്രതീക്ഷിച്ചാണ് ചെയ്യുന്നത്. കാരണം ഞാൻ ഓൾറെഡി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു, അതിൽ വലിയൊരു എമൗണ്ട് കളഞ്ഞ ഒരാളാണ്. അപ്പോൾ എനിക്ക് അതിൽ നിന്നൊന്നും പെട്ടെന്ന് നേടാൻ കഴിഞ്ഞില്ല. സോ അതുകൊണ്ട് ഞാൻ ഇപ്പം എന്താ അടുത്ത് ഇത് കഴിഞ്ഞ് ചെയ്യുന്നില്ല. ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും ഒരു ചെറിയ എമൗണ്ട് എന്തായിരുന്നാലും ആവുമെന്നുള്ളൊരു മൈൻഡിൽ ഞാൻ അങ്ങനെ സാറിന് മെസ്സേജ് ഇട്ടു. പക്ഷേ അതിലെല്ലാത്തിലും എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ക്ലാസ് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ അതൊരു എൻ്റെ മൈൻഡ് ഓപ്പണിങ് ആയിരുന്നു സംഭവം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചത് വലിയൊരു എമൗണ്ട് ആവും, അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ ഒന്നും ആയിട്ടില്ല. സംഭവം സാറ് സിമ്പിളായിട്ട് നമുക്ക് സാറിൻ്റേതായ രീതിക്ക് നമുക്ക് സാധാരണക്കാർക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ രീതിയിൽ സാർ അതെല്ലാം ക്ലിയർ ചെയ്ത് തന്നു. അതിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടണം. നമ്മൾ എഫേർട്ട് ഇട്ടില്ലെങ്കിലും സാർ അതിൻ്റെ ഫുൾ എഫേർട്ട് സാർ ഇടുന്നുണ്ട്. സോ നമ്മൾ അതിൻ്റെ കൂടെ ആ വച്ച വരിയിൽ കൂടി നമ്മളങ്ങ് നടന്നു പോയാൽ മതി. സാറ് കറക്റ്റായിട്ട് നമ്മളെ ട്രാക്കിൽ കൊണ്ട് എത്തിച്ചോളും. സോ അങ്ങനെ ഇനിയും ആരെങ്കിലും ഇതേപോലെ ജോയിൻ ചെയ്യാനുള്ളവർക്ക് നിങ്ങൾക്ക് ഇനി അതിലോട്ട് കയറി വരുമ്പോൾ മനസ്സിലാവും സാർ ഇതിൽ നമ്മൾ ടൈം ഡ്യൂറേഷൻ കുറച്ച് കൂടുതൽ എടുത്താലും സാർ അത് കറക്റ്റ് ക്ലിയറായിട്ട് പഠിപ്പിച്ച് പക്കയായിട്ട് നമ്മളെ വെറുതെ എടുത്തുള്ളൂ. അല്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. സോ സാർ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് സാർ. ഞാൻ 5 വർഷം ഒരു ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ എന്നാലും കുറേ കാര്യങ്ങൾ എനിക്കിപ്പം ഈ നമ്മൾ ഓപ്ഷൻസ് ചെയ്ത് വെറുതെ പൈസ കളയുന്നതിന് കുറച്ച് റിസ്ക് ഇല്ലാതെ കുറച്ച് നമുക്ക് ഫണ്ടുകൾ നമുക്ക് എങ്ങനെ നമുക്കൊരു ട്രേഡ് ചെയ്യാമെന്നുള്ള കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച് സാർ, താങ്ക് യു. ഏതായാലും കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ടവർ തൊട്ട് മുകളിലെ വാട്സാപ്പ് നമ്പറിൽ തന്നെ ഇപ്പോൾ തന്നെ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം ടൈറ്റൻ കമ്പനിയുമായി ബന്ധപ്പെട്ട Q2 അപ്ഡേറ്റിലേക്കാണ്. ടൈറ്റൻ കമ്പനിയിൽ ബിസിനസ്സിൽ ഇയർ ഓൺ ഇയറിൽ 18% വർധനവാണ് ഡൊമസ്റ്റിക് ബിസിനസ്സിൽ വന്നിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ 86% വർധനവും, ജ്വല്ലറി ബിസിനസ്സിൽ 19% വർധനവും, വാച്ച് ബിസിനസ്സിൽ 12% വർധനവും, ഐ കെയറിൽ 9% വർധനവും രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ ടൈറ്റൻ 55 പുതിയ സ്റ്റോറുകളാണ് തുറന്നിരിക്കുന്നത്. ആകെ സ്റ്റോറുകളുടെ എണ്ണം 3377 ആണ്. അടുത്തത് ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട Q2 അപ്ഡേറ്റിലേക്കാണ്. കമ്പനിയുടെ പോർട്ട്ഫോളിയോയിൽ 1/3 ഭാഗത്തിൻ്റെ GST 18% നിന്ന് 5%ലേക്ക് GST കുറച്ചിരിക്കുന്നു. പ്രീ സെയിൽസിൽ 9% വർധനവ് രേഖപ്പെടുത്തി 763 കോടി രൂപയിലാണ് പ്രീ സെയിൽസ് ഉള്ളത്. കളക്ഷൻസിൽ 9% വർധനവ് രേഖപ്പെടുത്തി. അടുത്ത ലോത്ത ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയാണ്. പ്രീ സെയിൽസിൽ 7% വർധനവാണ് വന്നിരിക്കുന്നത്. 4570 കോടി രൂപയിലാണ് പ്രീ സെയിൽസ് ഉള്ളത്. കളക്ഷൻസിൽ 13% വർധനവ് കമ്പനി രേഖപ്പെടുത്തി 3480 കോടി രൂപയിലാണ് ഇയർ ഓൺ ഇയറിൽ കളക്ഷൻസ് ആയി രേഖപ്പെടുത്തിയത്. അടുത്ത ടാറ്റ മോട്ടോഴ്സിൻ്റെ ജാഗ്വർ ലാൻഡ് റോവർ സംബന്ധിച്ച ഒരു Q2 അപ്ഡേറ്റിലേക്കാണ്. ഹോൾസെയിൽസിൽ 24.2% ഇടിവാണ് രേഖപ്പെടുത്തിയത്. റീറ്റെയിൽ സെയിൽസിലും 17.1% ഇടിവ് വന്നിരിക്കുന്നു. അടുത്തതായി പുറത്തു വന്ന ഒരു റിസൾട്ടിലേക്കാണ്. ശ്രീനഗർ ഹൗസ് ഓഫ് മംഗൾ സൂത്ര എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 67.7% വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 28.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 22.7% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി 332.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 63% വർധനവും രേഖപ്പെടുത്തി. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് RBL ബാങ്ക് മാത്രമാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FISും DISും ബൈസ് ആയ ദിവസമായിരുന്നു ഇന്നലെ. FIS 1441 കോടി രൂപയ്ക്ക് ക്യാഷ് മാർക്കറ്റിൽ ബൈ ചെയ്തു. DIS ആവട്ടെ 453 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.02% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. സിംഗപ്പൂർ മാർക്കറ്റ് 0.54% ഇടിവിൽ. ഹോങ്കോങ് മാർക്കറ്റ് 1.41% ഇടിവിൽ. തായ്വാൻ മാർക്കറ്റ് 1.08% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,213 എന്ന നിലയിൽ 11 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ഇപ്പോൾ ഇന്ത്യൻ സമയം 7 മണി കഴിഞ്ഞ് 25 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 10 മുതൽ 15 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട നിഫ്റ്റിയിലേക്കും ബാങ്ക് നിഫ്റ്റിയിലേക്കുമാണ്. 25,108-ൽ 31 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ഇന്നലത്തെ ചാർട്ടിലേക്ക് വന്നാൽ ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ കണ്ട ഒരു ക്യാൻഡിലായിരുന്നു ഇന്നലെ ഫോം ആയിട്ടുള്ളത്. നമ്മൾ ഇന്നലെ പറഞ്ഞ പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ ആയിട്ടുള്ള 25,154-ന് മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. നിഫ്റ്റിയിൽ നല്ലൊരു റിവേഴ്സൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കൂടാതെ ഇപ്പോൾ ഒരു ആവറേജ് ബുള്ളിഷ് വോളിയത്തേക്കാൾ കൂടുതലുള്ള ഒരു വോളിയം തന്നെയാണ് ഫോം ആയിരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണിത്. ഇനി നിഫ്റ്റിയിൽ ഇന്നലെ ഫോം ആയിരിക്കുന്നത്
ഒരു ഷൂട്ടിംഗ് സ്റ്റാറിന് സമാനമായിട്ടുള്ള ക്യാൻഡിൽ ഫോർമേഷനാണ്. ഇനി നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ടത് ഈ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ഡൗൺ സൈഡിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പ് സൈഡിൽ ഈ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ 25,416 വരെയൊക്കെ പോകാനുള്ള സാധ്യതകളുമുണ്ട്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 25,100 സ്ട്രൈക്കിൽ 216% വർധനമാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 3% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണുള്ളത്. അടുത്തതായി 25,050 സ്ട്രൈക്കിൽ 5% ഇടിവ്, പുട്ട് സൈഡിൽ ഒരു ലോങ് അൺവൈൻഡിങ് ആണുള്ളത്. കോൾ സൈഡ് കുറച്ചുകൂടി വീക്കാണ്, 60% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് കാണുന്നത്. 25,150 സ്ട്രൈക്കിൽ 443% വർധനവ്, പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 180% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കിംഗ് കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,150ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,100ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 56,239 135 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ടും ലഭിച്ചതിന് ശേഷം ഇന്നലെ നല്ലൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിയുന്നത്. 56,120 പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. ആ ഒരു സോണിന്, ആ ഒരു ലെവലിന് മുകളിലായിട്ട് തന്നെ ഇന്നലെ ക്ലോസിംഗ് വെക്കാൻ സാധിച്ചിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്സൈഡിൽ ഇനി ശ്രദ്ധിക്കേണ്ടത് 57,136 ആണ്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ക്ലാസ് ആരംഭിക്കുന്നത്. ആദ്യത്തെ ക്ലാസ്സുകൾ മുതൽ തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 1,299 രൂപയ്ക്ക്, അതും 55% ഡിസ്കൗണ്ടോട് കൂടി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതേ നമ്പറിൽ തന്നെ, ഇതേ വാട്സപ്പ് നമ്പറിൽ തന്നെ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിട്ടുള്ളത്. ഇന്നിവിടെ നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.